നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. 1000 വർഷം മുൻപ് ഒമാനിൽ നടന്നൊരു കാര്യം ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുകയാണ്. ആ കണ്ടെത്തലിൽ ഞെട്ടിയിരിക്കുകയാണ് പ്രവാസ ലോകം. വാർത്തയിലേക്ക്. വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു ഭൂകമ്പം ഉണ്ടായതായിട്ടാണ് ശാസ്ത്രലോകം ഇപ്പോൾ വിലയിരുത്തുന്നത്. ഭൂകമ്പത്തിനു ശേഷം ഒമാനിൽ കൂറ്റൻ സുനാമി തിരകൾ ആഞ്ഞടിച്ചതായി ഗവേഷകർ പറയുന്നു. 15 മീറ്റർ അഥവാ 49 അടി ഉയരമുള്ള തിരമാലകളാണത്രേ അന്ന് ആഞ്ഞടിച്ചത്. ഈ കൂറ്റൻ തിരമാലകളിൽപ്പെട്ട് വലിയ പാറ കഷ്ണങ്ങൾ തീരത്ത് നിന്ന് ഏറെ ഉയരമുള്ള കരയിലും പർവ്വതങ്ങളുടെ മുകളിലും നിക്ഷേപിക്കപ്പെട്ടു. ഇതിൽ ചില പാറക്കല്ലുകൾക്ക് 62.5 ടൺ വരെ കനമുണ്ടായിരുന്നതായും ബോൺ സർവകലാശാലയിലെ വിദഗ്ധർ നടത്തിയ പഠനത്തിൽ പറയുന്നുണ്ട്. സമാന രീതിയിലുള്ള സുനാമി എങ്ങാനും ഈ കാലഘട്ടത്തിൽ ഉണ്ടായാൽ നാശം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും ഏറെ അപ്പുറത്തായിരിക്കുമെന്നാണ് ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ്. 1945-ൽ ഒമാനിലുണ്ടായ സുനാമിയുടെ ആഘാതത്തിന്റെ പഠനത്തിലാണ് ഈ വസ്തുതകൾ കണ്ടെത്തിയത്. 1945-ൽ ഉണ്ടായത് ചെറിയ സുനാമിയാണ്. വലിയ സുനാമികൾക്ക് മുൻകാലങ്ങളിൽ വലിയ സാധ്യതകളാണ് ഉണ്ടായിരുന്നതെന്ന് പഠനത്തിൽ പറയുന്നുണ്ട്. ഈ പഠനത്തിന് നേതൃത്വം നൽകിയ സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജിയോ സയൻസിലെ ഡോക്ടർ ഗൗസ്റ്റ ഹോപ്മാൻ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. പാകിസ്ഥാൻ അരികിലുള്ള കടലിൽ ഭൂകമ്പ മേഖലയിൽ പഠനം നടത്തിയപ്പോഴായിരുന്നു ഈ മേഖലയിൽ വലിയ ഭൂകമ്പങ്ങൾക്ക് സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. വലിയ തോതിലുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഗവേഷകരുടെ ലക്ഷ്യം. തീരത്ത് നിരവധി കൂറ്റൻ കല്ലുകൾ കണ്ടെത്തുകയുണ്ടായി. പഠനത്തിൽ ഗുരുത്വാകർഷണത്തിന് എതിരായാണ് ഈ കല്ലുകൾ മുകളിലേക്ക് വന്നതെന്നും കണ്ടെത്തി. ഇങ്ങനെയാണ് സുനാമി ഉണ്ടായതെന്ന നിഗമനത്തിൽ തങ്ങൾ എത്തിയതെന്ന് പറയുന്നു. ഇപ്പോഴുള്ള കടൽ നിരപ്പിനേക്കാൾ ഏറെ ഉയരത്തിൽ കടൽ കക്കകളുടെ അവശിഷ്ടങ്ങളും കണ്ടു. ചില പുരാതന അധിവാസ കേന്ദ്രങ്ങൾ വെള്ളപ്പൊക്കത്തിൽ നശിച്ചതായും മനസ്സിലാക്കാൻ സാധിച്ചതായി ഡോക്ടർ ഹോപ്മാൻ പറയുന്നു. പഠനങ്ങളിൽ 1000 വർഷങ്ങൾക്ക് മുൻപാണ് സുനാമി ഉണ്ടായതെന്ന നിഗമനത്തിലാണ് ഇവർ എത്തിച്ചേർന്നത്. 1000 വർഷമോ അതിൽ കൂടുതലോ സമയത്തിൽ ഒരിക്കൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് പഠനം പറയുന്നത്. സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം ഉണ്ടെന്നും പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടെന്നതും നല്ല കാര്യമാണെന്നാണ് ഡോക്ടർ ഹോപ്മാൻ പറയുന്നത്. എന്തായാലും ഒമാനിലെ പഠനങ്ങൾ ഇത്തരത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.